ഹായ് കുട്ടികളെ, ഇന്നിപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ മാത്തമാറ്റിക്കൽ റീസണിങ് ആണേ. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് വാങ്ങാവുന്ന ഒരു ചാപ്റ്ററാണ് മാത്തമാറ്റിക്കൽ റീസണിങ്. അതിൻ്റെ അകത്തൊരു 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും പിന്നെ 3-4 മാർക്കിൻ്റെ ഒരു വലിയ ക്വസ്റ്റിനാണ് വരുന്നത്. വലിയ ക്വസ്റ്റ്യൻ മിക്കവാറും എല്ലാ വർഷവും ഒരേ ക്വസ്റ്റിനാണ് ചോദിക്കുന്നത്. അതായത് √2 ഈസ് ഇറാഷണൽ അല്ലെ √3 ഈസ് ഇറാഷണൽ, അങ്ങനെ ഒരു ക്വസ്റ്റിനാണ് വലിയ ക്വസ്റ്റിനായിട്ട് എപ്പോഴും ചോദിക്കാറ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ നമ്പർ മാറി വരുമെന്നേ ഉള്ളൂ. അതിനനുസരിച്ച് നിങ്ങൾ ആ പ്രോബ്ലത്തിൽ ചെറിയ വ്യത്യാസം വരുത്തിയാൽ മതി. അപ്പോൾ അതൊന്ന് ഓടിച്ചെന്ന് പറഞ്ഞുതരാം. മാത്തമാറ്റിക്കൽ റീസണിങ് ഇതിൻ്റെ അകത്ത് നിങ്ങളോട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൻ്റെ നെഗേഷൻ എഴുതാൻ. അപ്പം ഏത് ക്വസ്റ്റ്യൻ ഇപ്പം 4 ഈസ് ഇറാഷണൽ, ഇത് ട്രൂ ഫോൾസ് ഒക്കെ ആകാം. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തന്നേക്കാം. സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ അതിന്റെ വാല്യൂ ഒന്നെങ്കിൽ ട്രൂ അല്ലെ ഫോൾസ്. എപ്പോഴും അപ്പം നിങ്ങളോട് ആരോട് ചോദിച്ചാലും അതിന്റെ ട്രൂ ആണോ ഫോൾസ് ആണോ കൃത്യമായിട്ട് പറയാൻ പറ്റണം. അങ്ങനെ വരുന്നതാണ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ അതിന്റെ നിങ്ങൾക്കത് കൃത്യമായിട്ട് പറയാൻ സാധിക്കണം. അതാണ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിന്റെ നെഗേഷൻ എഴുതാൻ പറഞ്ഞാൽ ഇത്രയും വളരെ സിമ്പിളാണ്. നെഗേഷൻ മീൻസ് അതിന്റെ ഓപ്പോസിറ്റ് മീനിങ്, നേരെ ഓപ്പോസിറ്റ് മീനിങ്. ഇപ്പോൾ 4 ഈസ് ഇറാഷണൽ എന്നല്ലേ, അതിന്റെ ഓപ്പോസിറ്റ് 4 ഈസ് റാഷണൽ. അപ്പം അത് നിങ്ങൾ അങ്ങനെ എഴുതണമെന്നില്ല. നിങ്ങളോട് നെഗേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റിന് മുമ്പിൽ ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് എന്നങ്ങ് എഴുതിയാൽ മതി. ഇറ്റ് ഈസ് നോട്ട് ട്രൂ. നെഗേഷൻ എന്ന് പറഞ്ഞാൽ നെഗേഷൻ ഈസ്, ഈ സ്റ്റേറ്റ്മെന്റിൽ നെഗേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഏത് ക്വസ്റ്റ്യൻ തന്നാലും നെഗേഷൻ എഴുതാൻ പറഞ്ഞാൽ ഒന്നും ആലോചിക്കണ്ട. ഇറ്റ് ഈസ് നോട്ട് ട്രൂ അല്ലെ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്നെ വേണമെങ്കിലും എഴുതാം. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് അല്ലെ ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്. ഇത് നമുക്ക് തന്നിരിക്കുന്നത് 4 ഈസ് ഇറാഷണൽ അല്ലേ, 4 ഈസ് ഇറാഷണൽ എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പം കൂടുതൽ നിങ്ങൾ ആലോചിക്കൊന്നും വേണ്ട. ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് അല്ലെ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്. ഇത് തെറ്റാണ്. ഈ പറഞ്ഞേക്കുന്നത് തെറ്റ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞേക്കുന്നത് എന്താണോ അതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഇത് തെറ്റാണെന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എഴുതാം. ഇതിന്റെ നെഗേഷൻ ഡയറക്റ്റ് ഇങ്ങനെ എഴുതാം. 4 ഈസ് ഇറാഷണൽ എന്നല്ലേ, റാഷണൽ എന്ന് എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ച് ചിലപ്പോൾ എഴുതി വരുമ്പോൾ ഒക്കെ തെറ്റിപ്പോകും. അപ്പൊ നിങ്ങൾക്ക് തെറ്റാതിരിക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗം ചില നീളം വരുന്നേ ഉള്ളൂ. തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റിന് മുമ്പിലായിട്ട് ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് നിങ്ങൾ ചേർത്താൽ മാത്രം മതി. എന്നിട്ട് ആ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് അതേ വിടുന്നത്. ചിലർ ഭംഗിക്ക് വേണ്ടി ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ഇതിന്റെ നെഗേഷൻ പിന്നെ 4 ഈസ് റാഷണൽ എന്ന് എഴുതിക്കും. അത് എഴുതിയേക്കരുത്. അപ്പോഴത്തേക്കും ഇത് തന്നെയായി പോകും. നോട്ട് ട്രൂവും ഇതിന്റെ ഓപ്പോസിറ്റും കൂടെ എഴുതിയേക്കരുത്. നോട്ട് ട്രൂ എഴുതുമ്പോൾ ഇത് അതേപടി എഴുതുക. അല്ലെങ്കിൽ നോട്ട് ട്രൂ ഇല്ലാതെ ഇതിന്റെ ഓപ്പോസിറ്റ് ഇതങ്ങ് എഴുതുക. ഇത് മാത്രം എഴുതുക. അപ്പൊ രണ്ടും കൂടെ എഴുതുക. അപ്പൊ എളുപ്പം നിങ്ങൾക്ക് മാർക്ക് പോകാതിരിക്കാനുള്ള എളുപ്പ മാർഗം തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റിന് മുമ്പിലായിട്ട് ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്ന് ചേർത്താൽ മതി. അതാകുമ്പോൾ നിങ്ങൾക്ക് അധികം മാർക്കൊന്നും പോകുന്നില്ല, കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നെഗേഷൻ എഴുതുന്നത്. നെഗേഷൻ വളരെ എളുപ്പമാണ്. ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് അല്ലെ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ഏതാണെങ്കിലും കുഴപ്പമില്ല. നോട്ട് ട്രൂ എന്നോ ഫോൾസ്, നോട്ട് ട്രൂ എന്ന് വെച്ചാൽ ഫോൾസ് ആണല്ലോ. ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി ശരിക്കും അറിയാവുന്നവർ മാത്രമേ ഇറ്റ് ഈസ് ഇറാഷണലിന്റെ ഓപ്പോസിറ്റ് റാഷണൽ എന്നാണ് എഴുതിയാലും മതി. രണ്ടും കൂടെ എഴുതിക്കുന്നത് നോട്ട് ട്രൂവും റാഷണലും കൂടെ എഴുതിക്കുന്നത്. നോട്ട് ട്രൂ എഴുതുമ്പോൾ സ്റ്റേറ്റ്മെന്റ് അതേപടി തന്നെ എഴുതുക. അപ്പൊ ഇങ്ങനെയാണ് നെഗേഷൻ എഴുതുക. ഏത് സ്റ്റേറ്റ്മെന്റ് തന്നാലും നെഗേഷൻ ചോദിച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് എന്നും പറഞ്ഞിട്ട് ആ സ്റ്റേറ്റ്മെന്റ് അതേപടി എഴുതിയാൽ മതി. പിന്നെ ഇതിൻ്റെ അത് കുറേ കാര്യങ്ങളുണ്ട്. കുറേ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ്, അതായത് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പം നമ്മൾ √2 ഈസ് ഇറാഷണൽ എന്നുള്ള ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്. ഒന്നിലധികം സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് കണക്ട് ചെയ്ത് എഴുതുമ്പോൾ അത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആവും. അപ്പം അതിന് കുറേ കമ്പോണൻസ് ഉണ്ട്. അപ്പം അത് നോക്കണ്ട നിങ്ങൾ. അതായത് 2 സ്റ്റേറ്റ്മെന്റ് പിയും ക്യൂ, 2 സ്റ്റേറ്റ്മെന്റ് പിയും ക്യൂ. അപ്പൊ എക്സാമ്പിൾ വേണമെങ്കിൽ ഇതുണ്ടോ, √2 ഈസ് ലെസ് 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് 2. കണ്ടോ, ഇത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. 2 സ്റ്റേറ്റ്മെന്റ് കണക്ട് ചെയ്ത് എഴുതിയിരിക്കുന്നത്. അതായത് ഒരെണ്ണം 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, അടുത്ത സ്റ്റേറ്റ്മെന്റ് 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. പിയും ക്യൂ നമുക്ക് ഇതിന്റെ കമ്പോണൻസ് ആണ്. പിയും ക്യൂ. പിയെ വേണമെങ്കിൽ 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എഴുതാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് ക്യൂ എന്ന് പറഞ്ഞാൽ 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2.
ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് 6 is a multiple of 3, 6 is a multiple of 2. ഈ പിയും ക്യൂവും രണ്ട് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ രണ്ട് സിമ്പിൾ സ്റ്റേറ്റ്മെന്റിനെ ആൻഡ് എന്ന് പറഞ്ഞ ഒരു ടേം വെച്ച് കണക്റ്റീവ് വേർഡ് വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് ഒറ്റ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റിയേക്കുക. അപ്പൊ നമുക്ക് ഇതുപോലെ പല പല കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആൻഡ് വെച്ച് എഴുതാം, ഓർ വെച്ച് എഴുതാം, ഈഫ് ദെൻ വെച്ച് എഴുതാം, ഈഫ് ആൻഡ് ഓൺലി ഈഫ്, അങ്ങനെ ഒരുപാട് കണക്റ്റീവ് വേർഡ്സ് വെച്ച് നമുക്ക് സ്റ്റേറ്റ്മെന്റ് കണക്ട് ചെയ്യാം. അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ഞാനിവിടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതിൻ്റെ അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നെഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെഗേഷൻ എഴുതാൻ വളരെ എളുപ്പമാണ്. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് അതേപടി എഴുതിയാൽ മതി. പിന്നെ ഇവിടെ ചോദിക്കാവുന്നത് കോൺട്രാപോസിറ്റീവ്, കോൺവേഴ്സ്. കോൺട്രാപോസിറ്റീവും കോൺവേഴ്സും, അതായത് ഈ പി ദെൻ ക്യൂ, പി ക്യൂ ഏത് സ്റ്റേറ്റ്മെന്റ് നമുക്ക് തരും. അതായത് ഇപ്പം സപ്പോസ് പി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ്, ഈ പി ദെൻ ക്യൂ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാം. If a number is even, then its square is even. Square is also even. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? If a number is even, then its square is even. ഇതിനെ വേണം നമുക്ക് രണ്ടായിട്ട് എഴുതാം. P എന്ന് പറയുന്നത് a number is even. Q എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സ്ക്വയർ എന്നാണ്. ഇറ്റ്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ അടുത്ത സെന്റൻസ്, അടുത്ത സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇറ്റ്സ് മാറി ദ നമ്പേഴ്സ് എന്നാക്കാം. ദ നമ്പേഴ്സ് സ്ക്വയർ ഈസ് ഈവൻ. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആക്കി എഴുതുമ്പോൾ ഇറ്റ്സ് എന്നുള്ള മാറ്റി ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്പറിന്റെ ഒന്നില്ലേ, ആ നമ്പർ അങ്ങനെ തന്നെ എഴുതാം, നമ്പേഴ്സ് സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ് പി ക്യൂ, ഈ പി ദെൻ ക്യൂ ഫോമിലേക്ക് കിടക്കുന്നത്. ഈ പി ദെൻ ക്യൂ, ഈ പി ദെൻ ക്യൂ. അതുപോലെ തന്നെ നമ്മൾ പിയുടെ നെഗേഷൻ എഴുതില്ലേ, നെഗേഷനെ നെഗേഷൻ പി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതൊന്ന് ഓർത്തോണേ. പി എന്ന് പറയുന്നത് നമ്മൾ √2 ഈസ് ഇറാഷണൽ എന്ന് എഴുതിയില്ലേ, അല്ലെ 2 ഈസ് ഇറാഷണൽ എന്ന് എഴുതിയല്ലോ. അപ്പൊ അതിന്റെ നെഗേഷനെ നെഗേഷൻ എന്നുള്ള സിമ്പിൾ ഇതാണ്, ഈ സിമ്പിളാ നെഗേഷൻ പി, അത് ഓർത്തോണം. അപ്പൊ ദ നമ്പേഴ്സ് സ്ക്വയർ ഈസ് ഈവൻ. ഇതിന്റെ കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത്. കോൺട്രാപോസിറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഇത് ഇഫ് പി ദെൻ ക്യൂ അല്ലേ, ഇഫ് പി ദെൻ ക്യൂ. അപ്പൊ ഇവിടെ കോൺട്രാപോസിറ്റീവ് ഇഫ് നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി, ഇതാ കോൺട്രാപോസിറ്റീവ്. ഇഫ് പി ദെൻ ക്യൂ, അതിന്റെ കോൺട്രാപോസിറ്റീവ് ഇഫ് നെഗേഷൻ ക്യൂ, ഇതാ ക്യൂ ആദ്യം നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി, അതാണ്. അപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ കോൺട്രാപോസിറ്റീവ് ഇവിടെ എഴുതാം. ഇവിടെ പി എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ സ്ക്വയർ ഈസ് ഈവൻ അല്ലേ. ക്യൂവിന്റെ നെഗേഷനാ. ക്യൂവിന്റെ നെഗേഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ നെഗേഷൻ ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഈവന്റെ ഓപ്പോസിറ്റ് ഓടുന്നത്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫോൾസ് ആയിട്ട് എഴുതിയാലും മതി. ഇങ്ങനെ എഴുതാം. ഇഫ് നെഗേഷൻ ക്യൂ, ഇതിന്റെ നെഗേഷൻ വേണം. ഇതിന്റെ നെഗേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്ന് എഴുതിയാൽ മതി. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എ നമ്പേഴ്സ്, ഇവിടെ ദ നമ്പർ വേണ്ട, എ നമ്പേഴ്സ് എന്ന് എഴുതിയാൽ മതി. എ നമ്പേഴ്സ് അല്ലെ ദാ എഴുതിയാലും കുഴപ്പമില്ല. സ്ക്വയർ ഈസ് ഈവൻ കേട്ടോ. ഈഫ് നെഗേഷൻ ക്യൂ, ഈഫ് നെഗേഷൻ ക്യൂ എന്ന് പറയുമ്പോൾ ഈ ക്യൂവിന്റെ നെഗേഷൻ എഴുതാം. നെഗേഷൻ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്, ആ സ്റ്റേറ്റ്മെന്റ് അതെവിടെ എഴുതാം. നമ്പേഴ്സ് സ്ക്വയർ ഈസ് ഈവൻ. ദെൻ ഈഫ് നെഗേഷൻ ക്യൂ ആയി, ദെൻ ഈ നെഗേഷൻ പി ആ, പിക്ക് മുമ്പ് ഇറ്റ് ഈസ് ഫോൾസ് ആണ്. ദെൻ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്, ഇനി പിയുടെ പി ദ നമ്പർ ഈസ്, രണ്ടാമത് എഴുതുമ്പോൾ എഴുതാൻ മതി. ദ നമ്പർ ഈസ് ഈവൻ, ദ നമ്പർ ഈസ് ഈവൻ, അങ്ങനെ എഴുതിയാൽ മതി. അപ്പൊ ഇതാ കോൺട്രാപോസിറ്റീവ്. ഇത് ഓർത്തിരുന്ന കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇഫ് നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ ബി. നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ ഇഫ് എ നമ്പർ ഈസ് ഈവൻ ദെൻ ഇറ്റ്സ് സ്ക്വയർ ഈസ് ഈവൻ, ഇഫ് ദെൻ ഇഫ് കഴിഞ്ഞ് വരുന്ന പി, ദെൻ കഴിഞ്ഞ് വരുന്ന ക്യൂ. ഇപ്പൊ പി ക്യൂ എടുത്ത് എഴുതുക. പി എന്ന് പറയുന്ന എ നമ്പർ ഈസ് ഈവൻ, ദെൻ കഴിഞ്ഞിട്ട് വരുന്നതാണ് ക്യൂ, ദെൻ കഴിഞ്ഞ് വരുന്ന ഇറ്റ്സ് സ്ക്വയർ. നമ്മൾ അത് സെപ്പറേറ്റ് എഴുതുമ്പോൾ ഇറ്റ്സ് എഴുതുന്ന എ നമ്പർ സ്ക്വയർ ഈസ് ഈവൻ എന്ന് എഴുതുക. പി പി ദെൻ ക്യൂ ആണ്. അതിന്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ ബി. അത് എഴുതുമ്പോൾ ഈ നെഗേഷൻ ക്യൂ എന്ന് പറഞ്ഞാൽ നെഗേഷനാ, ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്, എന്നൊരു ക്യൂ എഴുതുക. നമ്പർ സ്ക്വയർ ഈസ് ഈവൻ. ദെൻ നെഗേഷൻ ക്യൂ, നെഗേഷൻ എഴുതുമ്പോൾ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്. ഇനി പി
എ നമ്പർ ഈസ് ഈവൻ, എ നമ്പറിനോ ദ നമ്പറിനോ ഒക്കെ എഴുതാം. ദെൻ ദ നമ്പർ ഈസ് ഈവൻ. ഇതാണ് കോൺട്രാപോസിറ്റീവ്. കോൺട്രാപോസിറ്റീവ് ഒക്കെ ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കോൺവേഴ്സ് ഉണ്ട്. കോൺവേഴ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇഫ് പി ദെൻ ക്യൂവിന്റെ നമ്മൾ എഴുതുന്നത്. ഇഫ് പി ദെൻ ക്യൂവിന്റെ കോൺവേഴ്സ് ആണ് ഇഫ് ക്യൂ ദെൻ പി. കോൺട്രാപോസിറ്റീവ് എന്ന് പറയുമ്പോൾ നെഗേഷൻ വെച്ചാണ്. കോൺവേഴ്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് തിരിച്ചെഴുതുക. കോൺവേഴ്സ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാ. ഇഫ് പി ദെൻ ക്യൂ അല്ലേ, നേരെ തിരിച്ച് ഇഫ് ക്യൂ ദെൻ പി. കോൺട്രാപോസിറ്റീവ് എന്ന് പറയുമ്പോൾ തിരിച്ചിട്ട് നെഗേഷനും കൂടെ വരും, മാറിപ്പോകരുത്. കോൺവേഴ്സ് എന്ന് നേരെ തിരിച്ചിടുക. ഇവിടെ ഇത് എഴുതാൻ എളുപ്പം. ഇഫ് ക്യൂ ദെൻ പി എന്നല്ലേ. ഈ ക്യൂ എന്ന് പറയുന്നത് ഇത് എഴുതുക. എ നമ്പർ സ്ക്വയർ ഈസ് ഈവൻ, സ്ക്വയർ ഈസ് ഈവൻ ഇഫ് ക്യൂ ദെൻ പി. ദെൻ പി എന്ന് പറയുന്ന ഇറ്റ്സ് ദ നമ്പർ ഈസ് ഈവൻ. ദെൻ ദ നമ്പർ ഈസ് ഈവൻ. then the number is even. അപ്പോൾ if q then p. ഈ q ന്റെ സ്ഥാനത്ത് a number square is even, then p യുടെ സ്ഥാനത്ത് the number is even. അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ p then q തന്നാൽ ഒരു സ്റ്റേറ്റ് ഈ p then q എന്നായിരിക്കും തന്നെ ഈ ഫോമിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തരും. if a number is even എന്നൊക്കെ പറഞ്ഞിട്ട് റൈറ്റ് ദ കോൺട്രാപോസിറ്റീവ് അല്ലെ റൈറ്റ് ദ കോൺവേഴ്സ് എന്ന് ചോദിച്ചാൽ ഇത്രയും ഓർത്താൽ നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പിയും ക്യൂ എടുത്ത് എഴുതുക. if കഴിഞ്ഞിട്ട് വരുന്ന p, then കഴിഞ്ഞിട്ട് വരുന്ന ക്യൂ അതെടുത്ത് എഴുതുക. എന്നിട്ട് കോൺട്രാപോസിറ്റീവ് ചോദിച്ചാൽ ഈ നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി എന്ന് എഴുതിയിട്ട് അത് അതേപടി എഴുതിയാൽ മതി. നെഗേഷൻ വരുന്നത് ക്യൂവിന്റെ നെഗേഷൻ എഴുതണം, രണ്ടാമത് പിയുടെ നെഗേഷൻ എഴുതണം. കോൺവേഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ if ക്യൂ ദെൻ പി ആണ്. if ക്യൂ ദെൻ പി വരുമ്പോൾ if a number square is even then the number is even എഴുതുക. അപ്പോൾ അങ്ങനെ എഴുതിക്കോണം. പിന്നെ ഇതിൻ്റെ അകത്ത് ചോദിക്കാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ, അത് ഇതൊക്കെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് കോൺട്രാപോസിറ്റീവ് എഴുതുക അല്ലെ കോൺവേഴ്സ് എഴുതുക, അതൊക്കെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത് നെഗേഷൻ എഴുതുക, നെഗേഷൻ. പിന്നെ ചോദിക്കാവുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ഈ പി ദെൻ ക്യൂ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അതിന്റെ മീനിങ് മാറാതെ അതിന് 5 ഡിഫറെന്റ് രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ആ 5 രീതി അത് പഠിക്കണം നിങ്ങൾ. 5 ഡിഫറെന്റ് വേസ് ഉണ്ട്. അതായത് ഈ പി ദെൻ ക്യൂ, ഈ പി ദെൻ ക്യൂവിന് 5 വ്യത്യസ്തമായ രീതികളിൽ എഴുതാം, മീനിങ് മാറാതെ. അത് പഠിക്കണം നിങ്ങൾ പഠിക്കണം. ഒന്നാമത്തേത് ഈ പി ദെൻ ക്യൂ അല്ലേ, അതിന്റെ ഒന്നാമത്തേത് പി ഇംപ്ലൈസ് ക്യൂ. അതാണ് ഒന്നാമത്തേത്. ഒന്നാമത്തെ പി ഇംപ്ലൈസ് ക്യൂ. രണ്ടാമത്തേത് P is a sufficient condition for P. For Q. P is a sufficient condition for Q. മൂന്നാമത്തേത് P only if Q. P only if Q. നാലാമത്തേത് Q is a necessary condition for P. Q is a necessary condition for P. For P. ലാസ്റ്റത്തേത് നമ്മുടെ കോൺട്രാപോസിറ്റീവ് ആണ്. അതായത് അഞ്ചാമത്തേത് if negation, അത് negation Q implies ആണ്. Negation Q implies negation P. ഇങ്ങനെ 5 രീതിയിൽ എഴുതാം. ഈ 5 വ്യത്യസ്തമായ രീതികളിൽ നമുക്ക് എഴുതാം. അതായത് ഈ പി ദെൻ ക്യൂവിന് ഇത്രയും ഡിഫറെന്റ് രീതിയിൽ നമുക്ക് എഴുതാം. ഇതിന്റെ എല്ലാം മീനിങ് സെയിം ആണ്. അപ്പൊ ഇത് നിങ്ങൾ ഈ 5 എണ്ണം പഠിക്കണം, കാണാൻ പഠിക്കണം. ഈ പി ദെൻ ക്യൂവിന്റെ 5 വ്യത്യസ്തമായ രൂപങ്ങളാണ്. പി ഇംപ്ലൈസ് ക്യൂ. പി ഇസ് എ സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ ക്യൂ. P only if Q. Q is a necessary condition for P. Last negation Q implies negation P. അതെങ്ങനെ എഴുതുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തരും. ഇപ്പൊ മുമ്പ് എഴുതുക if a number is even then its square is even. അപ്പൊ നമ്മൾ അതിന് പി ദെൻ ക്യൂ ഫോമിലാക്കണം. ഈ പി ദെൻ ക്യൂ, പി എന്ന് പറഞ്ഞാൽ പി ക്യൂ എടുത്തെഴുതണം. പി എന്ന് പറഞ്ഞാൽ എ നമ്പർ ഈസ് ഈവൻ. ക്യൂ എന്ന് പറയുന്നത്
A number square is even. Its square എന്നല്ലേ? ഇപ്പൊ A number square is even. A number square is even. എന്നിട്ട് നമ്മൾ 5 വ്യത്യസ്തമായ രീതിയിൽ ഈ നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് നിങ്ങൾ അതിൽ നിന്ന് പിയും ക്യൂവും എടുത്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഓരോന്നോരോന്ന് ഒന്നാമത്തേത് പി ഇംപ്ലൈസ് ക്യൂ. പി ഇംപ്ലൈസ് ക്യൂ ഒന്നാമത്തെ അത് എഴുതിയിട്ടൊക്കെ എഴുതുക. പിയുടെ സ്ഥാനത്ത് ഇതങ്ങ് എഴുതുക. എ നമ്പർ ഈസ് ഈവൻ ഇംപ്ലൈസ് അതേപടി പിയുടെ സ്ഥാനത്ത് സ്റ്റേറ്റ്മെന്റ് എഴുതുക. ഇവിടെ ഇംപ്ലൈസ് ഉണ്ട്, അത് അതേപടി എഴുതുക. ക്യൂ ഇംപ്ലൈസ് എ നമ്പർ സ്ക്വയർ ഈസ് ഈവൻ അല്ലേ? അടുത്ത് എഴുതുമ്പോൾ ഇറ്റ്സ് എഴുതിയാൽ മതി. അതിനെ കണക്ട് ചെയ്ത് എഴുതുമ്പോൾ ഇറ്റ്സ് എഴുതുക. രണ്ടും രണ്ടായിട്ട് എഴുതുമ്പോഴാണ് നമ്മൾ എ നമ്പർ തന്നെ എഴുതുന്നത്. അപ്പോൾ ഇറ്റ്സ് സ്ക്വയർ ഈസ് ഈവൻ. അപ്പോൾ ഒന്നാമത്തെ ഇതായി. ഇത് ഈ 5 എണ്ണം നിങ്ങൾ പഠിച്ചാൽ മതി. പിയുടെ സ്ഥാനത്ത് സ്റ്റേറ്റ്മെന്റ്, ക്യൂവിന്റെ സ്ഥാനത്ത് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കൊടുത്താൽ മാത്രം മതി. ഇനി രണ്ടാമത്തേന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതിക്കോണേ. പി ഈസ് എ സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ ക്യൂ എന്ന് എഴുതിക്കണം. പി ഈസ് എ സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ ക്യൂ. പിയുടെ സ്ഥാനത്ത് അത് അതേപടി എഴുതുക. എ നമ്പർ ഈസ് ഈവൻ, അതാണ് പി. പി എഴുതി. പി ഈസ് എ സഫിഷ്യന്റ് കണ്ടീഷൻ, അത് അതേപടി എഴുതുക. ഈസ് എ സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ ക്യൂ ആയി. ക്യൂ അതേപടി എഴുതുക. ക്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ സ്ക്വയർ ഈസ് ഈവൻ അല്ലേ? അപ്പൊ അത് കണക്ട് ചെയ്യാൻ ഇറ്റ്സ് എഴുതിയാൽ മതി. ഇറ്റ്സ് സ്ക്വയർ ഈസ് ഈവൻ ഇങ്ങനെ എഴുതുക. ഇനി അടുത്ത ചോദിക്കും പി ഒൺലി ഇഫ് ക്യൂ എന്നല്ലേ? പി ഒൺലി ഇഫ് ക്യൂ, അത് പിയുടെ ക്യൂവിന്റെ സ്ഥാനത്ത് അതേപടി ഇട്ടാൽ മതി. പി എന്ന് പറയുന്ന എ നമ്പർ ഈസ് ഈവൻ ഒൺലി ഇഫ് ഇറ്റ്സ് സ്ക്വയർ ഈസ് ഈവൻ. അങ്ങനെ ചുമ്മാ എഴുതിയാൽ മതി. ഇത് ഈ 5 എണ്ണം കാണാൻ പഠിച്ചാൽ മതി. പി എന്ന് പറയുന്നത് എ നമ്പർ ഈസ് ഈവൻ ഒൺലി ഇറ്റ്സ് സ്ക്വയർ ഈസ് ഈവൻ. പിയുടെ ക്യൂവിന്റെ സ്ഥാനത്ത് കൊടുത്തു. ഇനി നാലാമത്തേത് ക്യൂ ഈസ് എ നെസസറി കണ്ടീഷൻ ഫോർ പി. അപ്പൊ ആദ്യം ക്യൂ എഴുതുക. എ നമ്പർ സ്ക്വയർ ഈസ് ഈവൻ is a necessary condition for P. It is even. അല്ലെ number is even. number is even അല്ലെ it is even ഒക്കെ എഴുതാം, കുഴപ്പമില്ല. ഇനി ലാസ്റ്റത്തേത് നെഗേഷൻ Q implies negation P. അപ്പം Qന്റെ നെഗേഷൻ ആദ്യം എഴുതണ്ടേ. അതായത് it is false that negation it is false that a number square is even negation Q implies negation P. It is false that the number is even. അങ്ങനെ എഴുതിയാൽ മതി. അപ്പൊ അങ്ങനെ 5 രീതിയിൽ എഴുതാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ ഈ ഇക്വേഷൻ 5 ഫോം ഒന്ന് കാണാതെ പഠിച്ചാൽ മതി. അത് വലിയ കാര്യങ്ങളൊന്നും ഈ റീസണിങ്ങിൻ്റെ അകത്തില്ല. റീസണിങ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു 5 മാർക്ക് ഉറപ്പായിട്ട് കിട്ടുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നെഗേഷൻ എഴുതാൻ, അല്ലെങ്കിൽ കോൺട്രാ പോസിറ്റീവ് എഴുതാൻ, അല്ലെങ്കിൽ കോൺവേഴ്സ് എഴുതാൻ. പിന്നെ ഒരു വലിയ ക്വസ്റ്റ്യൻ കാണും, ഒരു 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാം. അത് ചിലപ്പോൾ ഇങ്ങനെ 5 രീതിയിൽ എഴുതാനാകാം. 5 രീതിയിലോ 4 രീതിയിലോ ഒക്കെ 4 എണ്ണം എഴുതാൻ പറയാം. ഇതിലേതായാലും 4 എണ്ണം എഴുതിയാൽ മതി. അപ്പം അത് ഓരോന്നിനും ഓരോ മാർക്കുണ്ട്. ഇപ്പം വലിയ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇതാവാം. പിന്നെ വരാൻ സാധ്യതയുള്ള നമ്മൾ സ്ഥിരം വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇത് പഠിച്ചോണേ, ഇത് ആരും ഒഴിവാക്കിയേക്കരുത്. അപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ √2 അല്ലെങ്കിൽ √3 അല്ലെങ്കിൽ √5 √7 ഏത് വേണേലും വരാം. ഈസ് ഇറാഷണൽ. കോൺട്രഡിക്ഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് നേരെ ചെയ്യാൻ അറിയാൻ മേല, നേരെ ചെയ്യാൻ ചിലത് ബുദ്ധിമുട്ടായിരിക്കും. അതിന് പേരെ ഓപ്പോസിറ്റ് എടുത്തിട്ട് നമ്മളിപ്പോൾ നമ്മളോട് പ്രൂവ് ചെയ്യാൻ ചോദിക്കുന്നത് √5 ഈസ് ഇറാഷണൽ. √5 ഈസ് ഇറാഷണൽ എന്നാണ് പ്രൂവ് ചെയ്യാൻ ചോദിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ √5ന്റെ സ്ഥാനത്ത് 7ഓ 3ഓ 2ഓ 6ഓ ഒക്കെ വരാം. ഏത് വന്നാലും കുഴപ്പമില്ല. നിങ്ങൾ ആ നമ്പറിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ എല്ലാം ഒരുപോലെ ചെയ്യുന്നത്. അപ്പോൾ √5 ഈസ് ഇറാഷണൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പാടാം. അപ്പം അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. ഓപ്പോസിറ്റ് അത് ഇറാഷണൽ എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വരെ അത് റാഷണലാണെന്ന് എടുക്കുക. റാഷണലാണെന്ന് എടുത്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ എടുത്തതിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടൊരു കൺക്ലൂഷനിൽ എത്തുക. നമുക്ക് അതിൻ്റെ നേരെ ഒരു വിപരീതം നമുക്ക് കിട്ടണം ആൻസർ. നമ്മൾ എടുത്തതിൽ റാഷണൽ എന്നല്ലേ, ചെയ്ത് വരുമ്പോൾ അവസാനം നമുക്ക് റാഷണൽ അല്ലാന്ന് കിട്ടും. അതായത് നമുക്ക് എടുത്ത അസംഷന് തെറ്റായ രീതിയിലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം നമ്മൾ എടുത്തത് തെറ്റാണെന്നാണ്. അതായത് റാഷണൽ എടുത്തത് തെറ്റായി പോയിന്നാണ്. അതായത് അത് ഇറാഷണലാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഒരേ രീതിയിലാണ്. ഇത് ശരിക്കും നിങ്ങൾ പഠിച്ചോണം. √5 ഈസ് ഇറാഷണൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യണം. അതിന് പകരം സപ്പോസ് √5 ഈസ് റാഷണൽ എന്ന് എഴുതുക. സപ്പോസ് എപ്പോഴും ഇങ്ങനെ എഴുതട്ടെ. സപ്പോസ് √5 ഈസ് റാഷണൽ.
ഇപ്പോൾ √7 ആണ്, √7 ഈസ് റാഷണൽ എഴുതുക. ഏതാണെങ്കിലും കുഴപ്പമില്ല. റാഷണൽ നമ്പറിന്റെ പ്രത്യേകത ഏതൊരു റാഷണൽ നമ്പർ എടുത്താലും അതിനെ p/q ഫോമിൽ എഴുതാം. പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആണ്, കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. പിക്കും ക്യൂവിനും കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺ ഫാക്ടേഴ്സ് ഇല്ല എന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു കോമൺ ഫാക്ടർ കിട്ടും. ഇല്ല എന്ന് പറഞ്ഞ സംഗതി ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ എടുത്തത് തെറ്റായി പോയതുകൊണ്ടാണ് കിട്ടുന്നത്. അപ്പം അങ്ങനെ കിട്ടരുത്. കോമൺ ഫാക്ടർ കിട്ടാൻ പാടില്ല. കിട്ടിയാൽ നമ്മൾ എടുത്ത അസംഷൻ തെറ്റാണ്. അതായത് √5 റാഷണൽ എടുത്തത് കൊണ്ടാണ് അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നത്, തെറ്റായിട്ട് വന്നത്. അതായത് നമ്മൾ എടുത്തതിന്റെ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ √5 ഈസ് ഇറാഷണൽ നമുക്ക് പറയാം. അപ്പം നമ്മളിവിടെ √5 ഈസ് റാഷണൽ നമ്മൾ എഴുതി. റാഷണൽ ആണോ അല്ലയോ എന്ന് അറിയത്തില്ല, ഏതായാലും നമ്മൾ അങ്ങ് എഴുതുക. അപ്പോൾ നമുക്ക് ഉടനെ √5നെ p/q എന്ന് എഴുതാം. p/q എന്ന് എഴുതാം. p and q are integers having no common factors. അതാ അവിടെ ഇമ്പോർട്ടന്റ്. കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അതവിടെ മെയിൻ നമുക്ക് വേണ്ടത്. പിക്കും ക്യൂവിനും കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പൊ ഇനി നമ്മളതിനെ √5 ഇതിനെ സ്ക്വയർ ചെയ്യാൻ പോവാം. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുന്നു. √5ന്റെ സ്ക്വയർ ഈക്വൽ ടു p/qന്റെ സ്ക്വയർ. √5ന്റെ സ്ക്വയർ നമുക്കറിയാലോ 5 ആണ്. p²/q². ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് q² ഇപ്പറേ കൊണ്ടുവന്നു. അപ്പോൾ 5 × q² ഈക്വൽ ടു p². അതായത് p² ഈക്വൽ ടു 5 × q² എന്ന് കിട്ടി. അപ്പം p² എന്ന് പറഞ്ഞാൽ 5ന്റെ ഒരു മൾട്ടിപ്പിൾ. p² ഈക്വൽ ടു 5 × എന്ന് കിട്ടിയില്ലേ? p² 5 × എന്ന് കിട്ടിയതുകൊണ്ട് p 5ന്റെ മൾട്ടിപ്പിൾ. p എന്ന് പറയുന്ന 5ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടി. ഇവിടെയാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാതെ. ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കിട്ടി p ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് p² ആണ്. p² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. p² 5ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ p 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ നിങ്ങളിവിടെ √7 ആണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ √7 എഴുതുക. ഇവിടെ √7 എഴുതുക. അപ്പൊ 7 വരും. അപ്പൊ 7 × വരും. അപ്പൊ 7 × വരും. ഇവിടെ എല്ലാ 7 വരും. p² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7 എന്ന് എഴുതണം. 2 ആണ്. √2 ആണെങ്കിൽ ഇങ്ങനെ ചെയ്തെന്ന് ഇവിടെ p² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് എഴുതും. അപ്പൊ നിങ്ങൾ ആ നമ്പർ അതേപടി മാറ്റിയാൽ മതി. p² മൾട്ടിപ്പിൾ ഓഫ് 5 ആണെങ്കിൽ therefore നമുക്ക് പറയാം p ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. p മൾട്ടിപ്പിൾ ഓഫ് 5. p ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് എഴുതാം നമുക്ക്. അതായത് p ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറയുമ്പോൾ p നമുക്ക് 5 × a നമ്പർ a എഴുതാം. p എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടി. അപ്പം p നമുക്ക് 5 × a എഴുതാം. എന്നിട്ട് നമുക്ക് നമ്മൾ ഈ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുക്കാം. p യുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ലേക്ക് p യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം p² വരെ 5a² വരും. 5a² ഈക്വൽ ടു 5 × q² കിട്ടും. 5 × q². അല്ലെങ്കിൽ ചെയ്യാം നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 5q² ഈക്വൽ ടു p² അവിടെ ഇതിന് ഏതിന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് കൊടുത്താൽ പിന്നെ നമ്മൾ ലെഫ്റ്റും റൈറ്റും ഒക്കെ മാറ്റണം. അതിന് നല്ലത് 5q² ഈക്വൽ ടു p² കൊടുക്കുന്ന. നമ്മൾ ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുക്കുന്നു. 5q² ഈക്വൽ ടു p² വരും. pക്ക് വരും 5a കൊടുക്കുന്നു. 5a². അതായത് 5q² ഈക്വൽ ടു 25a² കിട്ടി. ഈ 5 അപ്പുറം ഉണ്ട്. നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. q² ഈക്വൽ ടു 25a²/5. അതായത് q² ഈക്വൽ ടു 5a² കിട്ടി. q² ഈക്വൽ ടു 5 × a² കിട്ടി. അപ്പൊ നോക്കുക q² ഈക്വൽ ടു 5 × എന്നാണ്. അതായത് q² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. q² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. q² 5ന്റെ മൾട്ടിപ്പിൾ ആണ്. q ഉം 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. therefore q ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി ആദ്യം കിട്ടി p ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന്. ഇവിടെ കിട്ടി q ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. അതായത് pക്കും qനും കോമൺ ആയിട്ട് ഒരു ഫാക്ടർ ഉണ്ട് 5. അത് പക്ഷേ നമ്മുടെ അസംഷന് തെറ്റാ. നമ്മുടെ തുടങ്ങിയേക്കുന്നത് p and q ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ് ആണ്. ഇപ്പം ചെയ്ത് വന്നപ്പോൾ p and q ഹാവ് ദ സെയിം കോമൺ ഫാക്ടർ 5 which contradicts our assumption. ഇത് നമ്മുടെ
നമ്മുടെ അസംഷന് വിരുദ്ധമാണ്. നമ്മളെടുത്തതിന് നേരെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെടുത്തത് തെറ്റായി പോയതുകൊണ്ട് അങ്ങനെ നമ്മുടെ അസംഷൻ തെറ്റാണ്. സോ അവർ അസംഷൻ ഈസ് റോങ്. ഹെൻസ് √5 ഈസ് ഇറാഷണൽ. റാഷണൽ എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ √5 ഇറാഷണൽ ആണ്. ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഏത് വന്നാലും ഇപ്പോൾ √10 ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ എഴുതാൻ മതി. √10 എഴുതുക. √10ന്റെ സ്ക്വയർ റൂട്ട് 10 വരും. ഇവിടെ 10 വരും, ഇവിടെ 10 വരും. പി സ്ക്വയർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 10 വരും. പിയും മൾട്ടിപ്പിൾ ഓഫ് 10 ആണ്. അപ്പോൾ പി ഈക്വൽ ടു 10 × a. അപ്പോൾ 5 എഴുതിയെടുത്തെല്ലാം 10 ആക്കിയാൽ മതി. അപ്പോൾ ഇത് √5ന്റെ കാര്യമാണ്. √7 ചോദിച്ചാൽ ഈ 7 എഴുതിയെടുത്തെല്ലാം 5 എഴുതിയെടുത്തെല്ലാം 7 എഴുതുക. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വരും. അപ്പോൾ ഇത് നിങ്ങൾ ഇവിടെ p is a multiple of 5 എന്ന് കിട്ടി. q is a multiple of 5. That is p and q have the same common factor 5, which contradicts our assumption, which is no, therefore √5 is irrational. റാഷണൽ നിർത്തതുകൊണ്ട് നമുക്ക് തെറ്റായിട്ട് വന്നത് ഇറാഷണൽ എന്നപ്പോൾ കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ശരിക്കും പഠിച്ചോണം. ഓക്കെ, ഇനി ഇതിനകത്ത് വേറെ രീതിയിലൊക്കെ ചോദിക്കാം. കോൺട്രഡിക്ഷൻ മെത്തേഡിൽ ചെയ്യാനല്ല, കോൺവേഴ്സ് മെത്തേഡിലൊക്കെ ചെയ്യാനായിട്ട് ചോദിക്കാം. വേറെ ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് ഈ രണ്ടെണ്ണം ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞ 5 രീതിയിൽ എഴുതുന്നതും പിന്നെ ഇപ്പം ചെയ്ത ഈ ക്വസ്റ്റ്യനും. ഇനി അല്ലാതെ ചോദിച്ചാൽ, അതായത് കോൺട്രാപോസിറ്റീവ് മെത്തേഡ് അല്ലെ കോൺവേഴ്സ് മെത്തേഡിൽ ചെയ്യാൻ ചോദിച്ചാൽ എങ്ങനെയാണെന്ന് ഒരു ക്വസ്റ്റ്യൻ കാണിക്കാം. അതായത് പ്രൂവ് ബൈ മെത്തേഡ് ഓഫ് കോൺട്രാപോസിറ്റീവ് എന്നാണ്. പ്രൂവ് ബൈ മെത്തേഡ് ഓഫ് കോൺട്രാപോസിറ്റീവ്. ബൈ കോൺട്രാപോസിറ്റീവ് മെത്തേഡിൽ പ്രൂവ് ചെയ്യാനായിട്ട് ഒരെണ്ണമാണ് തന്നേക്കുന്നത്. അതായത് ഇതാണ്, if x is an integer, if x is an integer and x square is even and x square is even, then x is also even. X is also even. ഇത് കോൺട്രാപോസിറ്റീവ് മെത്തേഡിൽ പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരുന്നത്. കോൺട്രാപോസിറ്റീവ് മെത്തേഡിൽ ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുവാണ്. അപ്പോൾ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുമ്പോൾ പിയും ക്യൂ ഒക്കെ എഴുതുന്നത് നല്ലതാണ്. അപ്പോൾ ഈ പി ദെൻ ക്യൂ. അപ്പോൾ നമുക്ക് പി എന്ന് പറയുന്നത് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് എക്സ് സ്ക്വയർ ഈസ് ഈവൻ. ഇതാണ് പി. ക്യൂ എന്ന് പറയുന്നത് ദെൻ കഴിഞ്ഞിട്ട് വരുന്നത്. ദെൻ കഴിഞ്ഞ് എക്സ് ഈസ് ഓൾസോ ഈവൻ. എക്സ് ഈസ് ഓൾസോ വേണ്ട, ഈവൻ മതി. പി ക്യൂ. ഈ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് ഇതാ. കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് ഈ നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി. അതാണ് കോൺട്രാപോസിറ്റീവ്. അപ്പൊ നമ്മൾ നെഗേഷൻ ക്യൂ, ആദ്യം നെഗേഷൻ ക്യൂ എടുക്കുക. കൺസിഡർ നെഗേഷൻ ക്യൂ. കൺസിഡർ നെഗേഷൻ ക്യൂ. നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് ക്യൂ എക്സ് ഇസ് ഈവൻ അല്ലേ. എക്സ് ഇസ് ഈവൻ. ഇറ്റ് ഈസ്, അതായത് ദാറ്റ് ഈസ് it is false that x is even. It is false that x is even എന്നുള്ളത് അതിന്റെ ഓപ്പോസിറ്റ് അങ്ങ് എടുത്താൽ മതി. that is x is odd. x is even തെറ്റെന്ന് പറഞ്ഞാൽ it is false that x is even എന്ന് വെച്ചാൽ x is odd. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ it is falseനെക്കാട്ടിലും നന്നായിട്ട് അതാണ് കറക്റ്റ് ആയിട്ട് എടുക്കുക. x is odd എന്ന് എടുക്കുക. x is odd. നെഗേഷൻ q. ഈ qന്റെ നെഗേഷൻ x is odd. ഈവനിന്റെ നെഗേഷൻ odd അല്ലേ. അത് ജസ്റ്റ് ഒന്ന് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. ഓഡ് നമ്പറിനെ നമുക്ക് that is x നെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. x ഓഡ് നമ്പർ അല്ലേ. ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ 2n + 1 അങ്ങനെ എടുക്കാം. നമുക്ക് എക്സ് ഓഡ് നമ്പർ ആണെങ്കിൽ 2n എന്ന് പറയുമ്പോൾ ഈവനാണ്, അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ 2n - 1 എന്ന് എടുക്കാം, 2n + 1 എന്നോ 2n - 1 എന്ന് എടുക്കാം. അത് ഏതാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ എടുത്തു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ചെയ്യാൻ പോകുന്ന നെഗേഷൻ ക്യൂ കറക്റ്റ് ആണെന്ന്. ദെൻ നെഗേഷൻ ക്യൂ. അപ്പോൾ എക്സ് 2n + 1 എന്ന് എഴുതിയാൽ ദെൻ നെഗേഷൻ ക്യൂ, അതായത് എക്സ് ഇസ് ആൻ ഇൻറ്റിജർ ആൻഡ് എക്സ് സ്ക്വയർ ഈവൻ. എക്സ് സ്ക്വയർ ഈവൻ അതിന്റെ നെഗേഷൻ കിട്ടണം. എക്സ് സ്ക്വയർ ഓടുന്ന് കിട്ടണം. നമുക്ക് നോക്കാം എക്സ് സ്ക്വയറിന്റെ ഓട് കിട്ടുന്നുണ്ടോ നോക്കാം. എക്സ് സ്ക്വയർ ഈക്വൽ ടു 2n + 1 ഹോൾ സ്ക്വയർ. ഇത് എക്സ്പാൻഡ് a + b ഹോൾ സ്ക്വയർ. a സ്ക്വയർ അതായത് 2n ഹോൾ സ്ക്വയർ പ്ലസ് 2ab 2 × 2n × 1 പ്ലസ് b സ്ക്വയർ 1 സ്ക്വയർ. 2n ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4n സ്ക്വയർ വരും പ്ലസ് 4n വരും പ്ലസ് 1. ഇത് നോക്കി, ഇതിനെ നമുക്ക് ഇത് ഇവിടുന്ന് 2 എഴുതിയെടുക്കാം. 2 × 2n² + 2n എന്ന് എഴുതാം പ്ലസ് 1. 2 × എന്ന് പറയുമ്പോൾ ഇത് ഈവനാണ്. പ്ലസ് 1 വരുമ്പോൾ ഓടാം. പ്ലസ് 1 വരുമ്പോൾ അതായത് നമുക്ക് കിട്ടി ദാറ്റ് ഈസ് x² ഈസ് ഓഡ് എന്ന് കിട്ടി.
odd, that is negation Q. Negation P, consider negation L. Negation Q അല്ല negation P. അപ്പോൾ നമ്മൾ x is negation Q എടുത്തു. negation Q എടുത്ത് ചെയ്ത് തന്നപ്പോൾ negation P കിട്ടി. negation Q എടുത്തു, x is odd എടുത്തു, അത് വെച്ച് ചെയ്ത് x square കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് negation Q കിട്ടി. ഈ negation P then negation Q എന്ന് കിട്ടി. അതായത് കോൺട്രാപോസിറ്റീവ് മെത്തേഡിൽ നമ്മളിത് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് ചെയ്താൽ മതി. ഇത് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, ഒരിക്കലും കൂടെ ചോദിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ കേസിലും മറ്റേ √2 √3 അതാണ് ചോദിക്കുന്നത്. പിന്നെ 5 പോം രീതിയിൽ എഴുതാനും ചോദിക്കാം. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്, മാർക്ക് വാങ്ങാം, 5 മാർക്ക് കിട്ടാവുന്നതാണ്. ആരും മിസ് ചെയ്തേക്കരുത്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.